കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. 64-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി, ചിത്രകാരൻ്റെ സ്ഥൂല ചിത്രത്തിന് ചിന്തിക്കുവാനും സംസാരിക്കുവാനും കഴിവുണ്ടായാൽ അതിനെ നിരന്തരം തൂലിക കൊണ്ട് തുടയ്ക്കുകയും പുതുക്കുകയുമൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് അത് പരാതിപ്പെടുകയോ ആ ഉപകരണത്തിൻ്റെ ഭാഗധേയത്തെക്കുറിച്ച് അസൂയപ്പെടുകയോ ഒരിക്കലും ഉണ്ടാകില്ലെന്നത് തീർച്ചയാണ്. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പുണ്യവതി, ചിത്രകാരൻ്റെയും ചിത്രത്തിൻ്റെയും രൂപത്തിൽ നീ ഞങ്ങളോട് സംസാരിക്കുകയാണല്ലോ. ആ ചിത്രത്തിന് സംസാരിക്കുവാനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ചിത്രം ചോദിക്കുകയില്ല, നീ എന്തിനാ എന്നെ തൂലി കൊണ്ട് ഇങ്ങനെയൊക്കെ തുടയ്ക്കുന്നത് മായ്ക്കുന്നതെന്നൊക്കെ. പുണ്യവതി, ഞങ്ങളുടെ ജീവിതത്തിലേക്കാണല്ലോ നീ വിരൽ ചൂണ്ടുക. ദൈവം എന്ന കലാകാരൻ ഞങ്ങളുടെ ജീവിതത്തെ പല രീതിയിൽ തുടയ്ക്കുകയും മായ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത് ദൈവിക പദ്ധതികൾക്കാണെന്നുള്ള ബോധ്യം ഞങ്ങളിൽ നീ ഉളവാക്കണമേ. ആ ഒരു ബോധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചിത്രകാരൻ്റെ രീതിക്കനുസരിച്ച് നിലകൊള്ളുവാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊന്ന് ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ